السلام عليكم ورحمة الله. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ ഭൗതികമായ ജീവിതത്തിനപ്പുറം, ഈ ലോകത്തുള്ള ജീവിതത്തിനപ്പുറം മറ്റൊരു ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് നമുക്ക്. അത് വിശ്വസിക്കാത്ത ആളുകളോട് നമുക്കൊന്നും പറയാനില്ല. അത് അവരുടെ സ്വാതന്ത്ര്യത്തിൽപ്പെട്ടതാണ്, അവരുടെ ഇഷ്ടം. പക്ഷെ അങ്ങനെ വിശ്വസിക്കുന്ന ആളുകളോട് പറയാനുള്ളത്, നാം വിശ്വാസത്തോടൊപ്പം തന്നെ അതിനു വേണ്ട കർമ്മങ്ങളും ചെയ്യേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമുക്കത് ആ ലോകത്ത് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. എന്താണ് കർമ്മങ്ങൾ? നമുക്കറിയാം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് ആ കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ ഒരൊറ്റ ഹദീസ് നിങ്ങളെ മുമ്പിൽ വെക്കാം സഹോദരന്മാരെ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ യഇശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറാ ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ അള്ളു അലൈഹാ ബിന്നവാജിദ്. പ്രവാചകൻ പറയുന്നു, മൻ യഇശ് മിൻകും ബഅദി, ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞതിന് ശേഷം ജീവിക്കുന്ന ആളുകളെ നിങ്ങൾ മനസ്സിലാക്കുക. ഫസയറ ഇഖ്തിലാഫൻ കസീറാ, ഈ മതത്തിൽ നിങ്ങൾ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും. പല വിഷയങ്ങളിലും പല അഭിപ്രായ വ്യത്യാസങ്ങളും കാണും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? നിങ്ങൾ പരസ്പരം ശണ്ട കൂടാതെ, പരസ്പരം ഭിന്നിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യണം? ഫഅലൈക്കും ബിസുന്നതി, എൻ്റെ മാർഗങ്ങൾ നിങ്ങൾ മുറുകെ പിടിക്കണം, എൻ്റെ ജീവിതചര്യകൾ നിങ്ങൾ മുറുകെ പിടിക്കണം. വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ, അതുപോലെ തന്നെ എനിക്ക് ശേഷം വരുന്ന ഖലീഫമാർ, ഭരണാധികാരികൾ, അവരുടെ മാർഗങ്ങളും നിങ്ങൾ പിൻപറ്റണം, അവരുടെ ചര്യകളും നിങ്ങൾ മുറുകെ പിടിക്കണം. അള്ളു അലൈഹാ ബിൻ നവാജിദ്, ഒരു വിട്ടുവീഴ്ചയും നിങ്ങൾ ആ വിഷയത്തിൽ കാണിക്കരുത്. അള്ളു അലൈഹാ ബിൻ നവാജിദ്, നിങ്ങളുടെ അണപ്പല്ല് കൊണ്ട് നിങ്ങൾ അതിനെ കടിച്ചു പിടിക്കണം എന്ന് പറഞ്ഞാൽ വിട്ടുവീഴ്ച ചെയ്യരുത് ആ വിഷയത്തിൽ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? എൻ്റെ മാർഗം നിങ്ങൾ പിന്തുടരുക. ഞാൻ എങ്ങനെയാണോ ഈ ലോകത്ത് ജീവിച്ച് കാണിച്ചു തന്നത് അതുപോലെ നിങ്ങളും ജീവിക്കുക എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, നമുക്ക് വിശ്വസിക്കുന്നു ഈ ലോകത്തിനപ്പുറം മറ്റൊരു ലോകമുണ്ട്. അവിടെ നമുക്ക് വിജയിക്കേണ്ടതുണ്ട്. ആ മഹ്ശറിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മളെല്ലാവരും ഹാജരാക്കപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട്. നാം ഈ ഭൂമി ലോകത്ത് ചെയ്തു കൂട്ടി എല്ലാ നന്മകളും തിന്മകളും അവിടെ ഹാജരാക്കപ്പെടും, വിചാരണ ചെയ്യപ്പെടും. അതൊരിക്കലും നാം മറന്നു പോകരുത്. അവിടെ ഭയങ്കരമായ ചുട്ടുപൊള്ളുന്ന കാലാവസ്ഥയായിരിക്കും അവിടെ ഉണ്ടാവുക. ഭയങ്കര ചൂടായിരിക്കും. ആ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 7 വിഭാഗം ആളുകൾക്ക് തണലിട്ട് കൊടുക്കും. അതാണ് നമ്മുടെ ചർച്ചാ വിഷയം. അർശിന്റെ തണലിട്ട് കൊടുക്കുന്ന ആളുകൾ, അവർക്ക് അവരുടെ സുഖകരമായിരിക്കും. ആ ചൂടിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ കഴിയും. 7 വിഭാഗം ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രത്യേക തണൽ അവിടെ നൽകും മഹ്ശറിൽ. ആരൊക്കെയാണെന്നറിയുമോ?
ഒന്നാമത്തെ ആള് ഇമാമുൻ ലഹു അദ്ലുൻ, നീതിമാനായ ഭരണാധികാരി. നീതിമാനായ ഭരണാധികാരി അവൻ ഏത് സ്ഥാപനത്തിന്റെ ഭരണാധികാരിയാവട്ടെ, അവൻ നീതിമാനാണോ അവനക്കൊരു പ്രത്യേക സ്ഥാനം അവിടെയുണ്ട്, ഒരു പ്രത്യേക തണൽ അവിടെ ലഭിക്കും. ومن في عبادتي لشاب التقى لله لا بضلال. അതുപോലെ തന്നെ തൻ്റെ ജീവിതം ചെറുപ്പം മുതലേ, യുവത്വ ടൈം മുതലേ ഇസ്ലാമിൻ്റെ മാർഗത്തിൽ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ച, ഇബാദത്തിൽ മുഴുകിക്കൊണ്ട് ജീവിച്ച യുവാവ്, അങ്ങനെയുള്ള യുവാവിനും ഒരു പ്രത്യേക സ്ഥാനം അവിടെയുണ്ട്. അതുപോലെ തന്നെ വറജുലാനി ഫില്ലാഹിൽ കരീമി തഹബബ ബിഹാലി ഇഫ്തിറാഖിൻ മിൻഹുമാ വഫിസാലി. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അല്ലെങ്കിൽ അള്ളാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിച്ച രണ്ടാളുകൾ, അവർ ഭൗതികമായ കാര്യലാഭത്തിന് വേണ്ടിയല്ല, പിന്നെയോ മതപരമായ ആ ആശയത്തിൽ അവർ രണ്ടാളും ഒന്നാണ്. അതുപോലെ തന്നെ ദൈവികമായ സ്നേഹം അവർക്ക് ലഭിക്കണം എന്ന ചിന്തയോടുകൂടി പരസ്പരം സ്നേഹിക്കുന്ന രണ്ടാളുകൾ, അവർക്കും അള്ളാഹുവിൻ്റെ അർശിൻ്റെ തണലിട്ട് കൊടുക്കും. പിന്നെ വമൻ ഖൽബുഹു യഹ്വൽ മസാജിദ ദായിമൻ തഅല്ലുഖുഹു ഫീഹാ ബിഗൈരി സവാലി. മറ്റൊരാൾ ആരാണെന്നറിയുമോ? അവൻ എപ്പോഴും പള്ളിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവനാണ്. അവൻ്റെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം എപ്പോഴും അവൻ പള്ളിയിലായിരിക്കും, പള്ളിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ. അതുപോലെ തന്നെ സ്വതക്ക ചെയ്യുന്ന ആള്, സംഭാവന ചെയ്യുന്ന ആളുകൾ, പക്ഷേ ആ സംഭാവനയുടെ രീതി എന്താണ്? അവൻ രഹസ്യമായിട്ടാണ് കൊടുക്കുക. എന്ന് പറഞ്ഞാൽ നാലാൾ അറിയാൻ വേണ്ടി കൊടുക്കുന്ന ആളല്ല, ലോകമാന്യത്തിന് വേണ്ടി കൊടുക്കുകയില്ല, പരിച്ചോ രഹസ്യമായിട്ട്. ഇതിൻ്റെ പ്രതിഫലം എനിക്ക് അവിടെ കിട്ടണം എന്ന ഉദ്ദേശത്തോടു കൂടി പരസ്യമാക്കാതെ, മറ്റുള്ളവരോട് വിളിച്ചു പറയാതെ രഹസ്യമായി കൊടുക്കുന്നവൻ. വലത്തെ കൈ വലത്തെ കൈ കൊണ്ട് കൊടുക്കുന്നു, ഇടത്തെ കൈ അറിയില്ല എന്ന് പറഞ്ഞ പോലെ എന്നതുപോലെ ഇത് പറഞ്ഞാൽ ഭൗതിക ലാഭത്തിന് വേണ്ടി, നാലാൾ അറിയണമെന്ന ലോകമാനത്തിനു വേണ്ടി കൊടുക്കുന്നവൻ അല്ല എന്നർത്ഥം. പിന്നെ ആരാണ്? ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞു. ആരോട് പറഞ്ഞു? മൻ ഖാല ഇൻദഹാ ദഅത് ദാതു ഹസ്ബിൻ മൻസിബിൻ വജമാലി. സുന്ദരിയും തറവാടിയുമായ ഒരു പെണ്ണ് അവനെ വേണ്ടാത്ത കാര്യത്തിന് ക്ഷണിച്ചു, ഹറാമായ കാര്യത്തിന് ക്ഷണിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, ഓ പെണ്ണെ, നീ എന്നെ അതിന് ക്ഷണിക്കല്ലേ, കാരണം വഇന്നീ അഖാഫുല്ലാഹ്, ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു. അള്ളാഹുവിനെ ഭയപ്പെടുന്നു പെണ്ണെ, അവന് ശിക്ഷയെ ഞാൻ ഭയപ്പെടുന്നു, അതുകൊണ്ട് നീ എന്നെ ക്ഷണിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്നും ഒഴിഞ്ഞു മാറിയ മനുഷ്യൻ ഇങ്ങനെ 7 ആളുകൾക്ക് അള്ളാഹുവിൻ്റെ അർശിൻ്റെ തണൽ അള്ളാഹു അവിടെ ഇട്ട് കൊടുക്കും എന്നാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ 7 വിഭാഗത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ പെടാൻ നാം ശ്രദ്ധിക്കുക. മനസ്സിലായോ? അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്.